ഹലോ ഗായ്സ്, അപ്പം ഇന്നിവിടെ ദുഃഖശനിയാഴ്ചയായിരുന്നു. ഏകദേശം എല്ലാ പണികളും ശനിയാഴ്ച കംപ്ലീറ്റ് ആയി. നമ്മുടെ അരിയലി പരിപാടി അങ്ങനെ നാളത്തേക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടിയെല്ലാം സെറ്റായി. ബീഫ് റെഡിയായി, പോർക്ക് വേവിച്ച് ഇപ്പം കറിയാകും. അങ്ങനെ നാളത്തേക്കുള്ള എല്ലാം സെറ്റായി. നമുക്ക് രണ്ടരയ്ക്ക് കുർബാന വെളുപ്പിന് അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് കഴിഞ്ഞു. അത് റെഡിയാവണം, പള്ളിയിൽ പോകണം. അപ്പം കുറച്ച് ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പരിപാടികളുടെ അപ്പം അത് നമുക്ക് കാണാം. ഓക്കെ, കരയുന്നല്ല നഗരം തുന്നിയ മഴവിൽ പകലോരോ അതെ അതെ ചേച്ചി ഒരുങ്ങി നല്ല സിംപ്ലത്തി ആയിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അതെ അതെ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വന്ന് പണിയെടുക്കുന്നത്. നമ്മള് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കുട്ടി ഇരുന്ന് പഠിക്കാണ്. ഇച്ചിരി ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ പണിയെടുക്കുന്നു. ഞാൻ ചോറ് കഴിക്കുന്നത്. ഇവിടെ പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു. ആര് പണിയെടുക്കുന്നു? ഞാൻ പണിയെടുക്കുന്നു. അവള് ഇപ്പൊ സവോള എത്രണ്ണമായി അരിഞ്ഞു എന്നൊക്കെ എഴുതി വെക്കുക. അതെ, ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും, എന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി. ഗൈസ്, നമ്മുടെ സവോളയുടെ ഊഴ അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ നമ്മളിത് വെളുത്തുള്ളിയാണ് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. മെഴിയൊന്നു തിളങ്ങിയില്ലേ? ഗൈസ്, ഇവിടെ എല്ലാരും പണിയെടുക്കുമ്പോ ഒരു കുട്ടി കിടക്കുന്നണ്ട. നമ്മളെല്ലാരും പള്ളിയിൽ പോവാൻ വേണ്ടി റെഡി ആവുകയാണ്. പോയിട്ട് വരും. പോവാണെങ്കിൽ ശനിയാഴ്ചയാണ്. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാം. ഹായ്, അപ്പം നമ്മുടെ ശനിയാഴ്ചയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാം സെറ്റായി. ബീഫ് കറി, ചിക്കൻ, പോർക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഈസ്റ്ററാണ്. രാവിലെ 2:30-ക്കാണ് കുർബാന. അപ്പോൾ കുർബാനയ്ക്ക് പോകണം. അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പുതുതായെത്തും കിളി ചൊല്ലി അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി.